അടഞ്ഞുകിടക്കുന്ന ഡോറിന് മുന്നിൽ നിന്നു. ആനി അവൻ ഡോറിന് നേരെ കണ്ണു കാട്ടി. നിഷ ദയനീയമായി ആ മുഖത്തേക്ക് നോക്കി. തുറക്ക് കൊച്ചേ, ഇച്ചായൻ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഒന്നും ചെയ്യില്ല. അവൾ ഡോർ ഹാൻഡിൽ പതിയെ തിരിച്ചു. അകത്തേക്ക് കയറി ബെഡിലായിരുത്തി അടുത്ത് ചേർന്നിരുന്നു. നിഷ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ടോപ്പിൽ അമർത്തി പിടിക്കുന്നുണ്ട്. എന്തേ, പിണക്കാണോ? പിന്നെന്താ എന്നെ നോക്കാതെ? നിന്റെ മാത്രം ഇച്ചായനല്ലേ? പെട്ടെന്ന് നിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ ഇറ്റു വീണു. ആനി, എന്താ? എന്തിനാ കൊച്ചെ കരയുന്നേ? കാലുവേദനയുണ്ടോ? ഡെന്നി വെപ്രാളത്തോടെ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്താടാ പറയ്. ഇത് വേണ്ടാട്ടോ. ഡോക്ടർക്ക് ഞാൻ ചേരില്ല, എനിക്ക് പേടിയാ. അവൻ ചിരിയോടെ എഴുന്നേറ്റു. ദേ എൻ്റെ ഈ കണ്ണിലേക്ക് നോക്കിയേ. താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. ഇച്ചായന് നിന്നോടുള്ള ഇഷ്ടം എൻ്റെ കണ്ണിലുണ്ട്. അവൾ ചുണ്ട് ചുളുക്കി വിതുമ്പി. അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞ് അതരത്തിലുടക്കി. ഒന്ന് വിളിക്കൂ പ്ലീസ്. ഈ നാവിൽ നിന്ന് പ്രണയത്തോടെയുള്ള വിളി കേൾക്കാൻ ഒരു മോഹം. അവൾ മൗനമായി ആ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ്റെ കൈകൾ തലമുടിയെ തഴുകി. സാരമില്ല, ഇഷ്ടം ഒരുപാട് തോന്നുമ്പോൾ വിളിച്ചാൽ മതി. അതുവരെ കാത്തിരുന്നോളാം. നിമിഷങ്ങളോളം ആ പ്രണയച്ചൂടിൽ സ്വയം മറന്നു നിന്നു. ആനി, ഇച്ചായം പോയെന്ന് ഫ്രഷായിട്ട് വരാം. അവൻ അകന്നു മാറി. എന്നാ ഞാൻ പോട്ടെ. ഡെന്നി കുറുമ്പോടെ മീശ പിരിച്ചു വെച്ചു. ഹേയ്, അത് പറ്റില്ല. ദേ എൻ്റെ ഡ്രസ്സുകൾ സെറ്റിയിൽ കിടക്കുക. അതൊന്ന് വൃത്തിയായി മടക്കി വെക്കണം. തല കുലുക്കിക്കൊണ്ട് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ചു. ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി എടുക്കാം. ഡോർ ലോക്ക് വീണു. നിഷ വിറയലോടെ ബെഡിൽ കൈകൾ അമർത്തി. ഇവിടെയുള്ള 3 ഭൂതങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. അതാ. നിഷയുടെ ചുണ്ടിൽ നേർത്തൊരു ചിരി. സെറ്റിയിൽ കിടന്ന തുണികൾ പെറുക്കിയെടുത്തു. അവൾക്ക് അരികിൽ ബെഡിലായിട്ടു. മടക്കി വെക്ക്, അപ്പോഴേക്കും ഞാൻ ഫ്രഷായി വരും. കവിൾ തടത്തിൽ മൃദുവായി തഴുകി. പോയേക്കരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ഗിഫ്റ്റും. പോവില്ല, പതിയെ പറഞ്ഞു. തുണികൾ മടക്കി വെച്ചു. നിമിഷങ്ങൾക്ക് ശേഷം. ആനി, കഴിഞ്ഞോ? ഡ്രസ്സ് ദേ ആ ഷെൽഫിൽ വെച്ചു. അവൾ പുറം തിരിഞ്ഞു നിന്നു. തല തുവർത്തി ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തലമുടി ചീകി ഒതുക്കി. പിന്നിൽ അവൻ്റെ സാമീപ്യം അറിയുമ്പോൾ ചുണ്ടുകൾ അറിയാതെ വിടർന്നു. ഡെന്നിച്ചൻ. ഹൃദയത്തിൽ അവൻ്റെ പേര് എഴുതി ചേർക്കപ്പെട്ടു. ഇച്ചായൻ്റെ മുഖത്തേക്ക് നോക്ക് കൊച്ചേ. വല്യമ്മച്ചിയും എല്ലാവരും കൊള്ളാന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പെണ്ണ് മാത്രം ഒന്നും പറഞ്ഞില്ല. ഇരു ഷോൾഡറിലായി കൈകൾ വെച്ചു. കൊള്ളാം ആണോ? പിന്നെന്താ നോക്കാത്തെ? ഞാൻ നോക്കിയല്ലോ. എൻ്റെ കൊച്ച് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈ മുഖം നന്നായൊന്ന് കാണാൻ. ഇനി മുതൽ ഇങ്ങനെ താടിയൊക്കെ നീട്ടി വളർത്താത്ത ഇച്ചായനെ മതിയോ? അതോ? വേണ്ട, ഇങ്ങനെ മതി. ഇഷ്ടായോ? സത്യം പറയണം, ഹൃദയത്തിൽ നിന്ന് വരണം. അവൻ്റെ നോട്ടം അവളിൽ ഒരു തരം പിടപ്പ്. ശരീരമാകെ വിറയ്ക്കുന്നു. എന്തേ, ഡെന്നിയെ ഇഷ്ടമല്ലേ? ഹരിയേട്ടനെയാണോ ഇഷ്ടം? അവൻ്റെ സ്വരം ഒന്നിടറി. നിഷയുടെ നെഞ്ചിൽ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ വേദനിച്ചു. സങ്കടത്തോടെ കണ്ണിൽ നനവ് പടർന്നു. ഓ സോറി, എനിക്കറിയില്ലായിരുന്നു. നിഷ പോയിക്കോ. അവൻ തിരിഞ്ഞു നടന്നു. ഇച്ച വിതുമ്പലോടെ വിളിച്ചു. ഡെന്നി ചിരിച്ചു. ഇരു കൈയും വെച്ചും അവൾ മുഖം പൊത്തിപ്പിടിച്ചു. ഏയ് മോളെ, ഞാൻ എന്താടി, കരയാതെ. അവളെ വാരി പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ഹരിയേട്ടനെ ഏട്ടനായ കണ്ടത്. അവൻ്റെ നെഞ്ചിൽ ചൂണ്ട് വിരൽ കുത്തി. പ്രിയപ്പെട്ടവളുടെ സ്പർശനം. എനിക്ക് ഇഷ്ടാണോന്ന് അറിയില്ല, ഞാൻ എന്താ ചെയ്യുക? ഡെന്നിയുടെ കണ്ണുകൾ തിളങ്ങി. ഒന്നും ചെയ്യണ്ട കേട്ടോ, താനേ ഇഷ്ടം വന്നോളും. അതിന് അവളെ സൈഡ് ചുവരോട് ചേർത്ത് നിർത്തി. അനുവാദം ചോദിക്കുന്നില്ല. ഈ ആനി എൻ്റേതല്ലേ? പിൻകഴുത്തിൽ അവൻ്റെ കൈ ചേർന്നു. നിഷ സംശയത്തോടെ ഡെന്നിയെ നോക്കി. വിളിച്ചേ കേൾക്കട്ടെ. അവൻ്റെ സ്വരം നേർത്തിരുന്നു. പെണ്ണിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞ നിമിഷം അതരത്തെ ഒന്നാകെ പൊതിഞ്ഞെടുത്തു. കണ്ണുകൾ മിഴിഞ്ഞു. ഒരിളം തണുപ്പ്. ആദ്യമായി അറിയുന്ന പ്രണയചുംബനം. കണ്ണുകൾ പതിയെ പതിയെ കൂമ്പി അടഞ്ഞു. കള്ളച്ചിരിയോടെ അവൻ അകന്നു മാറി.
അനി ശില പോലെ നിൽക്കുന്ന പെണ്ണ് കവിളിൽ പതിയെ തഴുകി. ഇച്ച. അവളിൽ ഒരു ഞെട്ടലാണ്. ഓ എന്താ? കുറുമ്പോടെ കീഴ്ചുണ്ടിൽ അമർത്തി മുത്തി നിവർന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. ഇച്ചായൻ്റെ കൊച്ച് എന്തിനാ പേടിക്കുന്നേ? ആദ്യമായി ഡെന്നിക്ക് തോന്നിയ പ്രണയം അതെന്നും കുറവുകളൊന്നുമില്ലാതെ എന്നിൽ തന്നെ ഉണ്ടാകും. എനിക്ക് നെറ്റിത്തടത്തിൽ വിയർപ്പു തുള്ളികൾ ഉരുണ്ട് കൂടി. എനിക്ക് പറയൂ. അമ്മയും അച്ഛനുമില്ല, ആരെന്ന് പോലും അറിയില്ല. ആ സ്ത്രീ എന്നെ ഉപേക്ഷിച്ചതാ. വിതുമ്പുന്ന ചുണ്ടുകൾ, നിറയുന്ന കണ്ണുകൾ, സഹിക്കവയ്യാത്ത വേദനയോടെ അവനിലേക്ക് ചേർന്ന് നിന്നു. ഞാനില്ലേ, പിന്നെ ആൻറ്റിയും. ആൻറ്റി പാവമല്ലേ? എൻ്റെ ആനിയെ ഒരുപാട് ഇഷ്ടമാണ്. അവളിലെ ദയനീയ അവസ്ഥ, പിന്നെ ജന്മം തന്ന കഥ എനിക്കറിയണ്ട. മനുഷ്യനാണല്ലോ, അത് മതി. ആ അമ്മയെ വെറുക്കുകയൊന്നും വേണ്ട. എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. എന്നെങ്കിലും ഒരു നാൾ ഈ കുഞ്ഞു പെണ്ണിൻ്റെ മുന്നിലേക്ക് അമ്മയെ കൊണ്ടുവന്ന് നിർത്താൻ ഞാൻ ശ്രമിക്കും. ഇച്ചായ? ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഒരു ചെറിയ പ്രതീക്ഷ അതെനിക്ക് ഇപ്പോൾ ഉണ്ട്. ആ കരവലയത്തിൽ ഹൃദയത്തിൻ്റെ താളം വേഗത്തിലാവുന്നത് നിഷ അറിഞ്ഞു. കയ്യിലെ രോമക്കൊടികൾ ഉയർന്നു പൊങ്ങി. ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. ഞാൻ പോട്ടെ, വല്യമ്മച്ചി അന്വേഷിക്കും. പോവാണോ? ആ, എന്തിനാ ചിരിക്കുന്നേ? എന്നാ തിരികെ തരിക? ഡെന്നിയുടെ ചോദ്യം. എന്ത്? അത് പറയട്ടെ. ഈ കണ്ണിനോട് എനിക്ക് വല്ലാത്തൊരിഷ്ടമുണ്ട്. ഇരു കൺപോളയിലും ചുണ്ടുകൾ ചേർന്നു. ആ നിമിഷത്തെ വല്ലാത്ത ഇഷ്ടത്തോടെ, പ്രണയത്തോടെ സ്വീകരിച്ചു. ഞാൻ പോകുവാ. അവന് തള്ളി മാറ്റി. അനി ഇടയ്ക്ക് ഈ വഴി മറക്കണ്ടാട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാനിനി വരില്ല. ഭ്രാന്ത് കാട്ടാനല്ലേ? ഹാ, എൻ്റെ ഭ്രാന്ത് നീയാ. വന്നില്ലിൽ പിന്നെ അറിയാലോ. അവൾ ചുണ്ട് കൂർപ്പിച്ചു. പോ ഭ്രാന്തൻ ഡോക്ടറെ. എടീ. പെണ്ണിൻ്റെ ചിരി ഉയർന്നു. തിരിഞ്ഞു പുറത്തേക്ക് ഓടി. അനി സൂക്ഷിച്ച് കാല്. ഉറക്കെ പറയുമ്പോഴേക്കും പടിക്കെട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. പെണ്ണെന്നെ മുഴുവട്ടനാക്കും. അവൻ ബെഡിലേക്ക് മറിഞ്ഞു. എന്താ മോളെ, എന്തിനാ ഓടിയേ? നിഷ ഒന്ന് പരിങ്ങി. മേരിക്കുട്ടി അടുത്തേക്ക് ചെന്നു. വല്യമ്മച്ചി സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. ആ, അത്. ശ്വാസം ആഞ്ഞു വലിച്ചു. പോയി കിടന്നോ, ആ കിതപ്പങ്ങ് മാറട്ടെ, വല്യമ്മച്ചി കടുപ്പിച്ചു പറഞ്ഞു. അമ്മച്ചി, കൊച്ചാരെയോ പേടിച്ച് ഓടിയതുപോലെയല്ലേ തോന്നിയത്? മേരിക്കുട്ടിക്ക് സംശയം. ആ, എന്തേലും കിട്ടിക്കാണും, അതിൻ്റെ പേടിയാ. പതിയെ പതിയെ മാറും. അമ്മച്ചി എന്തായി പറയുന്നേ? നിഷമോൾക്ക് എന്ത് കിട്ടാൻ? എൻ്റെ പെണ്ണെ, നിഷയ്ക്കല്ല. ഞാൻ ദേ ഈ സീരിയലിൻ്റെ കാര്യമാ പറഞ്ഞത്. കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ഇച്ചായൻ്റെ മാത്രം ആനി. ഡെന്നിച്ചൻ ചുണ്ടിൽ വിരൽ വെച്ചു. ഓ ദുഷ്ടൻ, ഇനി തരില്ലാട്ടോ. വഴി മറക്കരുത് പോലും. അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പ് അകന്നു മാറാത്തതുപോലെ. കർത്താവേ, ആ ഭ്രാന്തനെ എനിക്കിങ്ങ് തരുമോ? വല്യമ്മച്ചിയോട് പറയണം. പില്ലോയിൽ മുഖം അമർത്തി കമിഴ്ന്ന് കിടന്നു. ആദ്യമായി അറിയുന്ന അനുരാഗ നിമിഷത്തിൻ്റെ ഓർമ്മകൾ ശരീരമാകെ വൈദ്യുതി പോലെ കയറുന്നു. മെല്ലെ കണ്ണുകൾ അടഞ്ഞു. ചായയും പഴംപൊരിയും ഉള്ളിവടയും ഡൈനിങ് ടേബിളിൽ നിരന്നു. ഓ, എന്നും ഇത് തന്നെയാണോ അമ്മച്ചി? ഒന്ന് മാറ്റി പിടിക്കരുതോ? കഴിച്ചു മടുത്ത നീയാണോ 3 പഴംപൊരി അകത്താക്കിയത്? മേരിക്കുട്ടിയും നീരജയും ചിരി കടിച്ചമർത്തി. വാ കൊച്ചനെ, ഇരിക്ക്. അവൻ്റെ കണ്ണുകൾ സൂസൻ്റെയും നാൻസിയുടെയും നേർക്ക് ചലിച്ചു. അവർ 3 ചെയറിൽ നിന്ന് ഒന്ന് ഇളകി. ചായ പെട്ടെന്ന് കുടിച്ചെഴുന്നേറ്റു. എന്താ, നിങ്ങൾ പോവുകയാണോ? ഹാ, കാര്യം കഴിഞ്ഞല്ലോ. ഇനി രാത്രി വയറിൽ വിളി വരുമ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. നല്ല ശീലങ്ങൾ. പിന്നിൽ ത്രേസ്യാമ്മയുടെ കളിയാക്കിയുള്ള സംസാരം. നിന്നെ പേടിച്ചിട്ടാ? ഇല്ലേൽ എൻ്റെ അരുമ മകൾ എന്തേലും പറഞ്ഞേനെ. നീരജ ഫ്ലാസ്കിൽ നിന്ന് ഒരു കപ്പ് ചായ പകർന്ന് അവന് മുന്നിലേക്ക് വെച്ചു. ഡെന്നിയുടെ കണ്ണുകൾ ആരെയോ പരതുന്നുണ്ട്. കൊച്ചെന്തിയടി മേരി, കണ്ടില്ലല്ലോ? മോള് ഉറക്കാണെന്ന് തോന്നുന്നു. വിളിക്കാം അമ്മച്ചി. മോളെ നിഷ. നിഷാനി ഉറക്കെ വിളിച്ചു. ഡോറ് തുറന്നു. എന്താ മേരിയമ്മേ? ഉറക്ക ചടവോടെ നിൽക്കുവാണ്. എന്താണ് ഉച്ച ഉറക്കം ഇല്ലാത്ത ആൾക്ക് പുതിയ പതിവുകൾ? ആ, അത് വെറുതെ കിടന്നതാ. പിന്നെ എപ്പോഴോ അങ്ങ് മയങ്ങിപ്പോയി. വാ, ചായ കുടിക്കാം. മേരിക്കുട്ടി നിഷയുടെ കയ്യിൽ പിടിച്ചു.
ചായയും കുടിച്ചിരിക്കുന്ന ഡെന്നിയെ കണ്ടതും ഒന്ന് നിന്നു. എൻ്റെ കൊച്ച് നന്നായിട്ട് ഉറങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ. ആ, മയക്കം വരും. പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. വല്യമ്മച്ചിയുടെ കുത്തലോടെയുള്ള വർത്തമാനം. അല്ലമ്മച്ചി, രാവിലെ മുതൽ അറ്റവും തുമ്പും ഇല്ലാതെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. എന്താ അത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മേരിയെ, നീ കണ്ണ് തുറന്ന് നോക്ക്, എല്ലാം മനസ്സിലാകും. വല്യമ്മച്ചി നിശ്വാസത്തോടെ കൈയെത്തിച്ച് ഒരു പഴംപൊരി എടുത്തു. ദേ, ഇതും ഈ ചായയും കൂടി കഴിക്ക്, എന്നിട്ട് ഒന്ന് കുളിക്ക്. എൻ്റെ കൊച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വാടി തളർന്നതുപോലെ. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. പരാക്രമം കാട്ടുന്നതൊക്കെ കൊള്ളാം. ക്ഷീണവും തളർച്ചയും മാറാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുക്കണം, ഇല്ലേൽ പണിയാവും. നാളെയും വേണ്ടുന്നതാ. ഡെന്നി കാര്യം മനസ്സിലായതുപോലെ നൈസിന് എഴുന്നേറ്റു. എന്താടാ മക്കളെ, പോവുകയാണോ? ഇരിക്ക്. അവൻ്റെ കയ്യിൽ പിടിച്ചു. അയ്യോ, നിഷ ഉറക്കെ വിളിച്ചു. എന്താ കൊച്ചേ? അത് വല്യമ്മച്ചി, ഹരിയേട്ടൻ്റെ വീട്ടിൽ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. അതിനെന്താ, നാളെ പോകാമല്ലോ. അത് പറ്റില്ല, ദേവിയമ്മ എന്നെ കാത്തിരിക്കും, പാവം. ഞാനൊന്ന് കുളിച്ചിട്ട് ഇപ്പം പോവാം. സന്ധ്യയ്ക്ക് മുന്നേ തിരികെ വരാം, ഇല്ലേൽ ഹരിയേട്ടൻ കൊണ്ട് ആക്കി തരും. കാല് ചെറുതായി നിലത്തൂന്നി നടന്നു. കരിയേട്ടൻ കൊണ്ട് ആക്കി തരും പോലും. അവൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പൊട്ടിച്ചു. എൻ്റെ കൊച്ചേ, ഈ കാലും വെച്ച് അതുവരെ ഒറ്റയ്ക്ക് പോകണ്ടേ? അത് സാരമില്ല വല്യമ്മച്ചി. മോളെ, ഞാനും കൂടി വരട്ടെ. ഹരിയുടെ അമ്മ തയ്ക്കും എന്നല്ലേ പറഞ്ഞത്? എനിക്ക് 2 ബ്ലൗസ് തയ്ക്കാനുണ്ട്. പിന്നെ അവരെ ഒന്ന് കാണുകയും ചെയ്യാം. ഷോ, ഈ അമ്മ എങ്ങനെയും തടയാം എന്ന് വെച്ചതാ, എല്ലാം നശിപ്പിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇത്രയും ദൂരം നടക്കണ്ട. എടാ കൊച്ചനെ, അവരെ ഹരിയുടെ വീട് വരെ ഒന്നാക്കി കൊടുക്ക്. നിനക്കും അവരെയൊക്കെ കാണാമല്ലോ. ഡെന്നിയുടെ കടുത്ത മുഖം അയഞ്ഞു. എടാ കരി, നിന്റെ മനസ്സിലിരിപ്പ് ഇന്ന് ഞാൻ അറിയും. ചികഞ്ഞ് പുറത്തിടും, നോക്കിക്കോ. എടാ ചെക്ക, നീ എന്താലോചിക്കുക? വല്യമ്മച്ചി അവൻ്റെ തോളിൽ ശക്തിയിൽ അടിച്ചു. വരാം, പക്ഷേ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇറങ്ങണം. എൻ്റെ മക്കളെ, ഈ നല്ല പ്രായത്തിൽ പല്ലിങ്ങനെ കടിച്ചു പൊട്ടിക്കരുത്. അവസാനം വായിലൊരു പല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. ഈ ചെക്കന് നല്ല കുശുമ്പുണ്ട്. ഇന്നത്തോടെ അതങ്ങ് മാറുവാണേൽ നന്ന്. ഇല്ലേൽ എൻ്റെ കൊച്ചിനിയും പേടിച്ച് കിതയ്ക്കും. പിറുപിറുത്തുകൊണ്ട് വല്യമ്മച്ചി തല ചരിച്ചു നോക്കിയതും മേരിക്കുട്ടി താടിക്ക് കയ്യും കൊടുത്ത് നിൽപ്പുണ്ട്. എന്താടി പെണ്ണെ, വലിയ ആലോചനയിലാണല്ലോ. അതമ്മച്ചി, എനിക്കൊരു സംശയം. എന്ത് സംശയാടി? നമ്മുടെ ഡെന്നിക്ക് നിഷമോളോട് ചിലപ്പോൾ എൻ്റെ തോന്നലാവും. തോന്നലൊന്നുമല്ല, ഡെന്നി സാമുവലിൻ്റെ പെണ്ണാണവൾ. അമ്മച്ചി, സന്തോഷമായില്ലേ നിനക്ക്? സന്തോഷം. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. മോള് സുരക്ഷിതമായൊരു കയ്യിൽ, അത് മതി. അറിയാതെ ആ നെഞ്ചിലെ പിടപ്പ് ഉയരുന്നത് അരികിൽ നിന്ന് പോലും വല്യമ്മച്ചിക്ക് കേൾക്കാൻ കഴിഞ്ഞു. കർത്താവേ, നെഞ്ചത്ത് കൈവച്ച് ഉറക്കെ വിളിച്ചു. ആ, പോവായ മക്കളെ? അമ്മയും നിഷയും റെഡിയായില്ലേ? അവൻ കാറിൻ്റെ കീ എടുത്തു. പുറത്തേക്ക് വരുന്ന നിഷയെ അടിമുടി നോക്കി. ബേബി പിങ്ക് കളർ അനാർക്കലി ഫുൾ സ്ലീവ് ചുരിദാറാണ് വേഷം. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് മാത്രം. ചായങ്ങൾ ഒന്നുമില്ല. മുടി ഇരുവശത്തു നിന്നും കുറച്ച് മാത്രം എടുത്ത് ക്ലിപ്പിട്ടിട്ടുണ്ട്. വല്യമ്മച്ചി, പോവാണേ. ഇന്ന് ഹരിയേട്ടൻ്റെ സ്വർഗം കാണാം. എത്ര ദിവസമായി കണ്ടിട്ട്. വരുമ്പോ മായം ചേർക്കാത്ത പച്ചക്കറി കൊണ്ടുവരാം. അമ്മച്ചി, പോയിട്ട് വരാം. നീരജയും വന്നു. കാറിൻ്റെ ഹോൺ മുഴങ്ങി. ചെക്കന് ഇളകി. എന്തിനാണാവോ എന്തോ. നീരജ ചെവി പൊത്തി പിടിച്ചു. ദേ ഡെന്നി, നിർത്ത്. സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങൾ വരുന്നുണ്ടോ? നിഷയുടെ ഹൃദയം പടപടാ മിടിച്ചു. നീരജ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു. മോള് കയറ്. കർത്താവേ, ഭ്രാന്ത് കയറിയിട്ടുണ്ട്. കണ്ടാലേ പേടിയാവും. വേണ്ട ആൻറ്റി, ഞാൻ ബാക്കിലിരിക്കാം. ധൃതിയിൽ ബാക്ക് ഡോർ തുറന്നു. കാറ് സ്റ്റാർട്ടായി. ഈ ചെക്കൻ്റെ ഒരു കാര്യം. കുശുമ്പ് കയറി എൻ്റെ കൊച്ചിനെങ്ങി ബാക്കി തന്നാൽ മതിയായിരുന്നു. ത്രേസ്യാമ്മയിൽ നിറഞ്ഞ സന്തോഷം.